സംസാരിച്ചിട്ട് ബാക്കി വിശേഷങ്ങളായിട്ടുള്ള പറയാൻ വന്നേ ഈ കാലത്ത് പെട്ടെന്ന് ഒരാൾ വരും എന്നിട്ട് നമുക്ക് പറയാം കുറേ പേര് എനിക്ക് വെച്ചാൽ നേരിട്ട് വരാറുണ്ട് എനിക്കൊരു സ്ഥാപനമുണ്ട് അല്ലെങ്കിൽ സ്ഥാപനമില്ല വീട്ടിൻ്റെ സാധനം ഉണ്ട് ഇങ്ങനെ ആവശ്യമുള്ള വരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മൾക്ക് അവർക്ക് ജസ്റ്റ് ഒരു GST രജിസ്ട്രേഷൻ നമ്മൾക്ക് അവിടെയുള്ള പ്രൊഡക്റ്റുകളാണ് അത് ചില ആളുകൾക്ക് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്രം ഹോമായിട്ട് ചെയ്യുന്ന കൺസെപ്റ്റുകളായിരിക്കും. അപ്പോൾ അവർ കുറച്ച് പ്രൊഡക്റ്റുകൾ അവർക്ക് അവൈലബിലിറ്റി ചെയ്യും. പക്ഷെ അവർക്ക് ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള സോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളുടെ എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കുക. അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് അവരുടെയുള്ള എത്രയാണോ പ്രൊഡക്റ്റ്, ചില ആളുകൾക്ക് വേറെ ഹൗസിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, പ്രൊഡക്റ്റ് കിട്ടാനുണ്ടായിരുന്നു, ചിലപ്പോൾ ബന്ധുക്കളുടെ ആവാം സുഹൃത്തുക്കളുടെ ആവാം. അപ്പോൾ അത് നമുക്ക് വെക്കാനൊരു സ്പേസ് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാനുണ്ടാവും, കയ്യിൽ കാശിലേക്ക് ആളുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മുടെ വെയർ ഹൗസിൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും അവർക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊഡക്റ്റ് മുഴുവൻ നമ്മളുടെ വെയർ ഹൗസിലേക്ക് എത്തിക്കാം. എത്രയാണോ ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത് അതിൻ്റെ ഇൻവോയ്സ് അത് നമ്മളുടെ കയ്യിലേക്ക് ജനറേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ പിന്നെ വെരി നെക്സ്റ്റ് ഡേ തൊട്ട് അവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ വെയർ ഹൗസിൽ ഈ കേരളത്തിൽ ഭയങ്കര ട്രെൻഡിങ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആമസോണിൽ അതിനെ പറ്റി എന്ത് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് നമുക്ക് ആമസോണിൽ ചെയ്യാം. അതായത് നിയമം അനുസരിക്കുന്ന രീതിയിൽ ഒരു ലീഗൽ ബിസിനസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ആമസോണിൽ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ചില ആളുകൾ ടിഷ്യൂ ബീഫൊക്കെ ആധാർ ചാർജുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവർക്കൊന്നും GST സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും. അവർ തൊട്ടടുത്ത കടകളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് നമുക്ക് GST എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ വലിയൊരു ടാസ്ക്കാണ്. കാരണം പിന്നെ GST റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഓഡിറ്റ് ഇഷ്യൂസുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരം ഒരു ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ചെയ്തു ഞങ്ങൾക്ക് ഉദ്യോഗ രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന പദ്ധതികളിൽ താല്പര്യത്തിലാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാനുള്ള ആഗ്രഹം വന്നാൽ അക്ഷയ സെന്ററിൽ പോയിട്ട് അവർക്ക് ആധാർ ഉപയോഗിച്ച് GST സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യാം. GST രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം അവർക്ക് ബാക്കിയുള്ള പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഫുഡ് ഐറ്റംസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ ഫിൽ ചെയ്യുന്നത്, അതായത് FSSAI രജിസ്ട്രേഷൻ ഫുഡ് ആൻഡ് സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ അത് നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആ ഒരു FSSAI രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഐറ്റംസ് മുഴുവൻ പോകുന്നുണ്ട്. ഞാൻ കുറേ ദിവസം നമ്മളോട് വയസ്സായിട്ട് അമ്മൂറൊക്കെ ഇരുന്ന് ചെയ്യുന്നത് അതൊരു 19 വയസ്സൊക്കെ പ്രായം. ഈ ആമസോണിൽ ചെയ്യുന്ന പ്രായപരിധി അങ്ങനെ ഒരു ഇഷ്യൂസ് നമുക്ക് ഇത് റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ വേറെ ടൈം പീരീഡ് ഒന്നുമില്ല. കൊച്ചു കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പക്വത, അതിനാണ് നമ്മൾ ആധാർ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഒരു 18 കഴിഞ്ഞ ആളുകൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യണം. പഠിക്കുന്നതിനോടൊപ്പം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നുള്ള ചിന്താഗതിയുള്ള ആളുകൾ അവർക്ക് അവരുടെ പോക്കറ്റ് മണി കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ചില ആളുകൾക്ക് നമ്മുടെ ബ്രാൻഡ് പ്രോഫിറ്റ് വിഷയമല്ല, പക്ഷേ എൻ്റെ ബ്രാൻഡ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടണം. അപ്പം അങ്ങനെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആർക്കും ഒരു സമയപരിധിയോ അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷനോ ഒന്നും ഇവിടെ ആമസോണിൽ ലീഗലായിട്ട് എന്തൊക്കെ ബിസിനസ്സുള്ള ഓപ്ഷൻസ് ഉണ്ടോ അതെല്ലാം അവർക്ക് ചെയ്യും. നമുക്ക് ആമസോണാണ് നേരിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചപ്പോൾ ഒരുപാട് ഫ്ലിപ്കാർട്ടുണ്ട്, ആമസോണുണ്ട്, മീഷോ ഉണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ആമസോൺ എല്ലാവർക്കും അറിയാം. ആമസോണിനെ പറ്റി ഒന്ന് പറയാനാണെങ്കിൽ എങ്ങനെ പറഞ്ഞു? ആമസോണിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൈം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് ആമസോണാണ്. കാരണം ആമസോണിൽ ഒരു ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാത്രമല്ല, കാരണം അതിൽ OTT പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ വേറെ ബിസിനസ് ഓപ്ഷൻസ് പേയ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ആമസോൺ പേ അങ്ങനെ ഒരുപാട് മേഖലകളിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം മതി നമുക്ക് ഒരുപാട് മേഖലയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു അവസരവും. മറ്റുള്ള ഓൺലൈൻ സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ട്രേഡിംഗ് ആണെങ്കിൽ ആ ട്രേഡിംഗ് മാത്രമേ ആ ഫെസിലിറ്റീസ് ബാക്കിയുള്ള അവസരങ്ങൾ നമുക്ക് അവിടെ നഷ്ടപ്പെടാം. പിന്നെ അതന്വേഷിച്ച് നമ്മൾ വീണ്ടും ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകണം. അപ്പം എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കലാണ് അതിൻ്റെ ശരിയായ രീതി. ഞാനൊക്കെ തുടങ്ങുന്നത് ഞാൻ തന്നെ പാക്കിങ് ഞാൻ തന്നെ ആമസോണിൽ വിൽക്കുന്ന കാര്യം. അപ്പം അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനൊരു റൂറൽ ഏരിയയാണ്, നമ്മുടെ പിക്കപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ. ഈ പിക്കപ്പ് മാത്രമല്ലാണ്ട് നമ്മൾ FB ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മൾ ഈ പ്രൈം മെമ്പേഴ്സ് അല്ലെങ്കിൽ ആമസോണിൻ്റെ ഏറ്റവും കൂടുതൽ പർച്ചേസ് നടക്കുന്നത് പ്രൈം മെമ്പേഴ്സുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ആമസോണിൻ്റെ പ്രൈം എന്നൊരു ബ്ലൂ കളർ അതിൻ്റെ അടിയിലൊരു ആമസോൺ ടാഗ്. അപ്പോൾ
സൈറ്റിൽ മില്യൺസ് ഓഫ് പ്രൊഡക്റ്റുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരാൾ കണ്ടുപിടിച്ച് എടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കാരണം ഒരു പ്രൊഫഷണൽ ക്യാമറ പർച്ചേസ് ചെയ്യുന്ന ആൾ അതിൻ്റെ മോഡൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റിന് ഒരു ബ്രാൻഡ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത്രയും ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ 3 ദിവസം കൊണ്ട് കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ഇവിടെ നയിക്കുന്ന സാധനങ്ങൾ ഈ മഹാരാഷ്ട്രയാണെങ്കിലും അല്ലെങ്കിൽ കാശ്മീരാണെങ്കിലും 3 ഡേയ്സിനകത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ ഇത് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഒരാളോട് പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് ഇതിനൊരു കൊറിയർ ചാർജസ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് ഒരു ടൈം സർവീസ് കിട്ടി, അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് പേയ്മെൻറ്റ് കിട്ടി. അപ്പോൾ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് സമയം ലാഭിക്കാൻ പറ്റി, അവരുടെ മണി സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലൂടെയാണ് കൂടുതൽ പർച്ചേസ് നടത്തുന്നത്. പിന്നെ സാധാരണ ഒരു MFN, അതായത് ഒരു സെല്ലർ പാക്ക് ചെയ്തുകൊണ്ടായിരിക്കും അത് നമ്മൾ കൊറിയറിൽ പോയി പിക്ക് ചെയ്ത് ഒരു തേർഡ് പാർട്ടി കൊറിയർ അതിന് അസൈൻ ചെയ്ത് അത് എത്രത്തോളം വരുമെന്ന് വെച്ചാൽ 8 to 10 ദിവസം. ആ 10 ദിവസം എടുക്കുമ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ ഈ സാധനം എത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് അതിന് എക്സ്ട്രാ ഡെലിവറി ചാർജസ് 70 rupees 90 rupees എന്ന് പറഞ്ഞ എക്സ്ട്രാ ഡെലിവറി കൂടി. അപ്പോൾ അതും ഒരു കസ്റ്റമറെ സംബന്ധിച്ച് സമയവും നഷ്ടം, അവരുടെ പണവും നഷ്ടമായിരിക്കും. അപ്പോൾ ആ 2 കാര്യങ്ങളും അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുമ്പോൾ പിന്നെ ഇതിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രൈം എന്ന് പറയുന്നത് അഷ്യൂരിറ്റി, ജെന്യുവൻ പ്രൊഡക്റ്റുകളാണ് അവരിലേക്ക് എത്തുന്നത് എന്നുള്ള വിശ്വാസം കസ്റ്റമർക്ക് കൂടുതലാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഘടകം. കാരണം മറ്റുള്ളത് ചിലപ്പോൾ പിക്ചർ കണ്ടു അത് തന്നെ നമ്മുടെ കയ്യിലേക്ക് എത്തിക്കൊള്ളണം എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവും. പ്രൈമിലൂടെ മേടിക്കുമ്പോൾ അതിൻ്റെ അഷ്യൂരിറ്റി, ഒരു 100% ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നം റിട്ടേൺ ഒക്കെ എങ്ങനെയാണ് നമ്മുടെ റിട്ടേൺ പ്രോസസ് എന്ന് പറയുന്നത് ആമസോൺ ചെയ്യുന്നതെല്ലാം അതിൻ്റെ ഓൺ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൺ സെറ്റപ്പ് ആ ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരാളുടെ അയക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് പ്രൊഡക്റ്റ് മാറിപ്പോയി തിരിച്ചു വന്ന സാധനം വേറെ ആയിപ്പോയി, അതുപോലെ ഡാമേജ് ക്ലെയിം ചെയ്യാനാണെങ്കിൽ VAR റിപ്പോർട്ട്, ഇങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ആമസോണിൽ ക്ലെയിം ചെയ്യുന്ന ആളുകളുടെ പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചു വെച്ചാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ നമ്മൾക്കത് ഡാമേജ് ക്ലെയിം അത് ചെയ്തത് കൊണ്ട് അവരുടെ ആ പൈസ 55% അല്ലെങ്കിൽ 70% മാറിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അവരെ തിരിച്ചു കൊടുക്കാൻ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഒരു MRPയുടെ ഒരു 70% ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ സാധാരണക്കാരൻ ഒരു പാക്ക് ചെയ്ത് അയക്കുമ്പോൾ അത് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഉൾപ്പെടാൻ കറക്റ്റായിട്ട് അറിയുന്നത്. അവരപ്പോൾ അത്തരം സെലക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമറെ പർച്ചേസ് ചെയ്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് അവർക്കത് പിന്നീട് അത് ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സ് അത് മനസ്സിലാക്കാനോ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഒരു സെല്ലർക്ക് ഇതിലിപ്പോൾ നമുക്ക് ഈ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആമസോണിലേക്ക് കണ്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ജോബ് കളഞ്ഞിട്ട് ഇതിലേക്ക് വരണം, അല്ലെങ്കിൽ നമുക്ക് ജോബ് നിലനിർത്തിക്കൊണ്ട് തന്നെ പരിപാടി ചെയ്യാൻ പറ്റുമെന്നായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എത്രത്തോളം കാര്യപ്പെടും? നമ്മൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷനോ ഒന്നും ബാധിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു രംഗത്തോട്ട് വരാം. കാരണം നമ്മൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അതിപ്പോൾ നിങ്ങൾക്ക് സൺഡേ നിങ്ങൾ ലീവ് ആണെങ്കിൽ ആ സൺഡേ ആക്ച്വലി ഒരു സൺഡേ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ടെൻഷൻ കഴിയും. ഒരു വൈകുന്നേരം ചെറിയ സമയം ബാക്കി നിങ്ങൾ ജസ്റ്റ് മൊബൈലിൽ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ സ്റ്റോക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഓർഡേഴ്സ് എങ്ങനെയാണ് അതെല്ലാം നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ബാധിക്കില്ല, നിങ്ങളുടെ നിലവിൽ ബിസിനസ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും അതുപോലെ ചെയ്യാൻ നമ്മൾ FBA ചെയ്യുമ്പോൾ അതിൻ്റെ 100% എല്ലാ കാര്യങ്ങളും FBA സർവീസ് ശരിക്കും വേറെ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിൽ നന്നായിട്ട് കാണാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഏതൊരു ബിസിനസ്സിൽ ആരെങ്കിലും എൻട്രി ചെയ്യുന്നത് തന്നെ അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒന്നുകിൽ അതിൻ്റെ ബ്രാൻഡിൻ്റെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്ത് എനിക്ക് ആ ബ്രാൻഡിനെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കാനും, അതല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് കിട്ടുക. അത് എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ട് ചെയ്യുന്ന ആളുകൾക്കും അവരുടെയും എയിം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എൻഡ് ഓഫ് ദി ഡേ എമൗണ്ട് അപ്പോൾ ആ ഒരു എമൗണ്ട് അവരുടെ കയ്യിൽ കിട്ടും. അത് തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. കാരണം പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങളും റീസൺ കൊടുത്ത് പേയ്മെൻറ്റ് ഡിലേ
അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന എല്ലാ ഫുൾ ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർക്ക് അത് കൊടുക്കാൻ പറ്റും. നമ്മൾക്ക് നമ്മുടെ വെയർ ഹൗസിൽ തന്നെയല്ല, നമ്മൾക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ നേരിട്ട ആളുകൾ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കും, എന്താണ് ഇതിൻ്റെ സർവീസ്, നമ്മളെല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഓൺലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ റീറ്റെയിലോ നമ്മൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കസ്റ്റമറെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളൊരു മാർഗം കൂടി നമ്മൾ തന്നെയാണ് കാണുന്നത്. നമ്മൾക്ക് ആ കസ്റ്റമറിന് കൊടുക്കുന്ന ഓപ്ഷൻസ് ആണ്. നമ്മളുടെ ഒരു 50 പീസ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ബാഗ് നമ്മുടെ കയ്യിൽ 10 പീസ് ഉണ്ടെങ്കിൽ ആ ഒരു 20 പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 50 തരം ലിസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്കൊരു കസ്റ്റമറിലേക്ക് ചെയ്യുമ്പോൾ ഒരു ലക്ഷം കുട്ടികളുടെ ഒരു ബാഗ് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരേപോലത്തെ ബാഗിന് ഇറക്കുന്ന പിള്ളേരുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഒരേപോലത്തെ ബാഗ് തന്നെ ഒരു പെൺകുട്ടി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട അവസരമുണ്ട്. ഒരു പിങ്ക് ബാഗ് പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് 3 വയസ്സിലൊരു ബാഗും 2 വയസ്സിലൊരു ബാഗും ഒരു 7 വയസ്സിലെ പിങ്ക് പെൺകുട്ടികൾക്കുള്ള ബാഗ്, അങ്ങനെ കളർ ഓപ്ഷൻസുകൾ കൊടുത്തുകൊണ്ട് വെറൈറ്റി. അപ്പോൾ ആസ് എ പാരന്റ് ഒറ്റ പർച്ചേസിൽ അവർക്ക് 3 ആൾക്കുള്ള പ്രൊഡക്റ്റും അവർക്ക് കിട്ടി. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രൈസ് റേഞ്ച് അത്രയും കുറയും. കമ്പയർ ടു മാർക്കറ്റിൽ വരുമ്പോൾ നമുക്ക് 999 രൂപയ്ക്ക് 3 ബാഗ് കുട്ടികൾക്ക് ഒരേപോലത്തെ ഡിസൈൻ കിട്ടി. ചിലപ്പോൾ നമുക്ക് കടയിൽ ഒരു 3 ബാഗ് 4 ബാഗ് ഒരേപോലത്തെ ഡിസൈൻ ഡിഫറെൻറ്റ് സൈസിൽ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആളുകളുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സെന്റർ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഷിപ്പിംഗ് ചാർജ് വലിയൊരു പോയിന്റാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിന് അഫ്കോഴ്സ് ഒരു കൊറിയർ ചാർജ് വരുന്നുണ്ട്, പിന്നെ അതിൽ ചെറിയൊരു കമ്മീഷൻ പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു പാക്ക് ഓഫ് 5 അല്ലെങ്കിൽ ഒരു 3 വയസ്സുകാരുടെ ബാഗ് 5 വയസ്സുകാരുടെ ബാഗ് 7 മുൻപൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ നമ്മളുടെ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് 4-5 ബാഗുകൾ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവർക്ക് കൊറിയർ ചാർജ് നമുക്ക് സേവായി, അവർക്ക് ആ ബെനിഫിറ്റ്. ഒപ്പം ഈ ബെനിഫിറ്റ് നമുക്ക് കസ്റ്റമർക്ക് പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. നമ്മുടെ തൃശ്ശൂർ വടക്കാഞ്ചേരി അവിടെയുള്ള സ്ഥലങ്ങൾ ഈ തൃശ്ശൂരുകാർക്ക് മാത്രം നമ്മുടെ ഓഫീസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, നമ്മൾക്കിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശങ്ങളും നമ്മളുടെ സർവീസ് അതേ പ്രശ്നമില്ല. നമ്മൾ അതർ സ്റ്റേറ്റുകാരോട് അവിടെ ചെയ്യുമ്പോൾ അത് ഗവൺമെൻറ് കുറച്ച് മാൻഡേറ്ററി റൂൾസുകളുണ്ട്. അവർക്ക് GST കേരളത്തിൽ ഉണ്ടായിരിക്കണം. കേരളത്തിൽ പുറത്തുള്ള സെല്ലേഴ്സാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു മാനുഫാക്ചറാണ്, അവർക്ക് കേരളത്തിൽ ഒരു GST ഓപ്പൺ ചെയ്താൽ ഇവിടെ ചെയ്യാം. ഇതിനെപ്പറ്റി എന്ത് ഇക്കാരെ കോൺടാക്ട് ചെയ്യണം. എന്തായാലും ഇക്കാരെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഇക്കാരെ വിളിച്ചോളൂ. ആമസോൺ എന്ന് പറഞ്ഞപ്പോൾ എത്ര വലിയ സംഭവം തന്നെ, ഞാൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. അതിന് എത്ര വ്യത്യസ്തമായിട്ടുള്ള രീതി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഓക്കെ.